നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കൊളപ്പുറത്ത് പിക്കപ്പ് വാൻ സുരക്ഷാ ഭിത്തിയിലിടിച്ച് പെരിന്തൽമണ്ണ സ്വദേശിയായ യുവാവ് മരിച്ചു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി വളയമൂച്ചിയിലെ അറയങ്ങോട്ടിൽ ഇസഹാക്ക് മാസ്റ്ററുടെ മകൻ 45 വയസ്സുള്ള റഫീഖാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ പെരിന്തൽമണ്ണ ഏലംകുളം സ്വദേശി വിപിന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30 കൊളപ്പുറം 6 വരി പാതയിൽ വെച്ചാണ് അപകടം നടന്നത്. കൊളപ്പുറത്ത് വെച്ച് റോഡിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് മണ്ണെടുപ്പ് നടത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റഫീഖ് മരണപ്പെട്ടു. അലങ്കാര പക്ഷികളും അനുബന്ധ സാമഗ്രികളും കടകളിൽ വിതരണം ചെയ്യുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് നിന്ന് കോട്ടയ്ക്കലിലേക്ക് വരികയായിരുന്നു വണ്ടി. കോട്ടയ്ക്കൽ വെച്ച് മറ്റൊരു ഡ്രൈവറും സ്റ്റാഫും കയറി തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള വാഹനമായിരുന്നു. അപകടത്തിന് തൊട്ടുമുൻപ് കോട്ടയ്ക്കൽ വെച്ച് ഡ്യൂട്ടിയിൽ കയറാനുള്ള സുഹൃത്തിനെ വിളിച്ച് കൊളപ്പുറത്തെത്തിയ വിവരം അറിയിച്ചിരുന്നു. അതിനിടെയാണ് അപകടം നടന്നത്. കണ്ടെയ്നർ ലോറി പിക്കപ്പിന്റെ സൈഡിൽ തട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് അപകടമെന്നും സംശയം പറയുന്നുണ്ട്. റഫീഖിന്റെ ഖബറടക്കം ചൊവ്വാഴ്ച കുന്നപ്പള്ളി ജുമാ മസ്ജിദിൽ നടക്കും. ഫാത്തിമയാണ് മാതാവ്, ഹബ്സത്താണ് ഭാര്യ. ഫാത്തിമ, ഫലാഹ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമാൻ. 0494 2462 916. Mobile 9037 917 916.